CPM അനുനയ നീക്കങ്ങൾ തുടരുകയാണ്. അതിനിടയിലും മൂന്നാം ദിവസവും മൗനം തുടരുകയാണ് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ. വാർത്താസമ്മേളനം വിളിക്കുന്നതുവരെ പ്രതികരണം തേടി വരരുത് എന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് നാളെ ആലപ്പുഴയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നും സൂചന വരികയാണ്. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ജി സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പാർട്ടിയാകെ പ്രതിസന്ധിയിലാക്കിയിട്ട് ഇന്ന് മൂന്നാം ദിവസമാണ്. അതിനുശേഷം ഒരു വാക്കുപോലും ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണത്തിന് ജി സുധാകരൻ തയ്യാറായിട്ടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും അടക്കം ഫോണിൽ വിളിച്ചു, ജില്ലാ സെക്രട്ടറിയും ഫോണിൽ വിളിച്ചു. പക്ഷേ ആരുടെയും അനുനയത്തിന് ഇതുവരെയും ജി സുധാകരൻ വഴങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നാളെ മുഖ്യമന്ത്രി വിവിധ പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനത്തിന് വേണ്ടി നാളെ ആലപ്പുഴയിൽ എത്തുന്നത്. രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ 3 പരിപാടികൾ ആലപ്പുഴയിലുണ്ട്. ഇതിനിടെ ഏതെങ്കിലും അവസരത്തിൽ ജി സുധാകരനുമായി സംസാരിക്കാനുള്ള സാധ്യത പാർട്ടി നേതാക്കൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ നിലവിൽ സംസാരിച്ച പാർട്ടി നേതൃത്വത്തിലെ 3 പേർ, ജനറൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഇവർക്ക് അനുനയിപ്പിക്കാൻ കഴിയാത്ത ജി സുധാകരനെ മുഖ്യമന്ത്രിയോട് അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് പാർട്ടി ഉറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതികരണത്തിന് പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല, ജി സുധാകരൻ തയ്യാറാകുന്നില്ല. ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോൾ സൈലൻസ് ഈസ് സ്ട്രെങ്ത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശക്തമായ മൗനവുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് പറയേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടാകും. ഇപ്പോഴും അദ്ദേഹം തുടർ നിലപാടുകൾ എങ്ങനെ വേണം എന്നുള്ള ചിന്തയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വീട്ടിലേക്ക് മറ്റു പാർട്ടി നേതാക്കളെ പോലും അദ്ദേഹം പ്രവേശിപ്പിക്കുന്നില്ല. ഗേറ്റ് അടച്ചിട്ട് വീട്ടിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അതിനിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ കൂടെ നിർത്താനുള്ള ചില നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ സീറ്റിൽ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ചാൽ പിന്തുണ നൽകാനാണ് നിലവിൽ കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ആലപ്പുഴയിലെ സീറ്റ് പട്ടികകളൊക്കെ പുറത്തു വരികയാണ്, സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരികയാണ്. അപ്പോൾ അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ടാൽ ആ കാര്യത്തിൽ ഏകദേശ ധാരണയായി എന്നാണ് പൊതുവെയുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ. നിലവിൽ എന്തായാലും ഒന്നും മിണ്ടാതെ മൗനം തുടരുകയാണ് ജി സുധാകരൻ. നാളെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ളത് രാഷ്ട്രീയ ആകാംക്ഷയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.